ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് വസന്ത് തെങ്ങപ്പള്ളി കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ സ്വർണ്ണപ്പാളി വിവാദം, ക്ഷമിക്കണം, വസന്ത് സിറിയക്ക് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വസന്ത്, ഈ സ്വർണ്ണപ്പാളി വിവാദം ഇത് വലിയ രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷമടക്കം കൊട്ടിഘോഷിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്നും ഈ സ്വർണ്ണപ്പാളി കണ്ടെത്തുമ്പോൾ ഇവിടെ ആരെയാണ് ഇനി പഴിചാരേണ്ടതായി വരിക? ആരായിരിക്കാം ഇവിടെ കള്ളം പറഞ്ഞിട്ടുണ്ടാവുക? അല്ല, നോക്ക്, ഇതിന്റെ അകത്ത് ദേവസ്വം ബോർഡിന് എങ്ങനെയാണ് ഇപ്പോ ഒളിച്ചോടാൻ പറ്റുക? പെട്ടെന്നൊരു ദിവസം സ്പോൺസർ പോറ്റിയുടെ വീട്ടിൽ നിന്ന്, സഹോദരിയുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ഉടനെ ആയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ മുമ്പോട്ട് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ ഭാഗം ശരിയായിരുന്നു, തങ്ങളാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് ക്യാപ്സ്യൂൾ ഇറക്കി സ്വമേധയാ ഏതാണ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കാണല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഞാൻ ചോദിക്കട്ടെ, ഈ നഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ കാണാതായത് ആരെങ്കിലും കട്ടോണ്ട് പോയതോ എടുത്തോണ്ട് പോയതോ എടുത്ത് വലിച്ചെറിഞ്ഞതോ തന്നെ സ്വയംഭൂവായി ഇറങ്ങിപ്പോയതോ ആയിക്കോട്ടെ, അത് ആരുടെ സ്വത്താണ്? ദേവസ്വത്തിന്റെ സ്വത്താണ്. അതിന്റെ കസ്റ്റോഡിയൻ ആരാണ്? അത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? റെസ്പോൺസിബിലിറ്റി ആർക്കാണ്? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. അതിനി അവിടെ നിന്ന് നാളെ ആരെങ്കിലും കള്ളന്മാർ അടിച്ചോണ്ട് പോയാലും അതിന്റെ ഉത്തരവാദിത്വം പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെയാണ്. അപ്പോൾ സ്പോൺസറാണ് എടുത്തുകൊണ്ട് പോയത്, സ്പോൺസറിന്റെ സഹോദരിയുടെ വീട്ടിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ നിങ്ങൾ കുറ്റം പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ കുറ്റം പറയൽ ഇനിയും തുടരും. അതിനെ സംരക്ഷിക്കേണ്ടത് ഈ പറയുന്ന വിഗ്രഹമടക്കമുള്ള അവിടുത്തെ സ്വത്തിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനും ദേവസ്വം ബോർഡിനുമാണ്. അത് ചെയ്യാൻ അറിയത്തില്ലാത്തവർ ആ പണി ചെയ്തത് തെറ്റിപ്പോയി എന്ന് വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആയുധമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ അതിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ അത് അങ്ങനല്ല, ഇതാ ഇന്ന ആളാണ് അടിച്ചോണ്ട് പോയത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് തട്ടിക്കൊണ്ട് പോകാതെ അത് നഷ്ടപ്പെടാതെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡ് പ്രസിഡന്റിനായിരുന്നു. ഇപ്പോഴും അദ്ദേഹം നിങ്ങൾ മാധ്യമങ്ങളെ കാണുകയോ എന്തോ വലിയ കാര്യം ചെയ്തതുപോലെയാണ് കേട്ടോ മാധ്യമങ്ങളെല്ലാം കാണുന്നത്. ഇതാ ഞാനത് കണ്ടുപിടിച്ചു എന്നുള്ള കണക്കിന് നല്ല കാര്യം, സംരക്ഷിക്കണം എന്ന് ഞങ്ങൾക്ക് എതിരഭിപ്രായമൊന്നുമില്ല. പിന്നെ ദേവസ്വം ബോർഡിന്റെ ഈ പോറ്റിയുമായുള്ള സ്പോൺസർ പോറ്റിയുമായിട്ടുള്ള ദേവസ്വം ബോർഡിന്റെ ബന്ധം എന്താണ് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് പോറ്റിയോട് എന്താണ് ഇത്ര സ്നേഹം എന്നതൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്ര ആക്സസബിലിറ്റി ദേവസ്വം ബോർഡ് സ്വത്തുകളിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തിന് ഉള്ളിൽ കിട്ടിയത് എന്നതൊക്കെ ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിയിൽ വരാനുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികം എടുത്തിയാടി വാർത്താ സമ്മേളനം വിളിച്ച് തടുക്കാൻ ശ്രമിക്കേണ്ട എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ കൃത്യമാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്ത നിലപാട്. അന്നും ഇന്നും ഒരേ നിലപാട് തന്നെയാണ്. ദേവസ്വത്തിന്റെ സ്വത്ത് കാണാതെ പോയാൽ അതിന്റെ ഉത്തരവാദി ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അത് കൊള്ളയാണെങ്കിൽ പോലും കളവാണെങ്കിൽ പോലും അതിനകത്ത് ഉത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ്. അത് കണ്ടുപിടിക്കേണ്ടത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ തൽക്കാലം ആർക്കും സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഈ മന്ത്രി വി എൻ വാസവനടക്കം പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സ്വർണ്ണപ്പാളി വിവാദം കെട്ടിച്ചമച്ചതാണെന്നും ഈ ആഗോള അയ്യപ്പ സംഗമം അത് നശിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നതെന്നും അടക്കമുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെയാണ് യോജിക്കുന്നത്? ഈ ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാനുള്ള ഒരു ശ്രമം തന്നെയാണോ ഇതിലൂടെ ഉന്നമിച്ചിട്ടുണ്ടാവുക? അത് ഞാൻ ചോദിക്കട്ടെ, ആരാണ് ആഗോള അയ്യപ്പ സംഗമത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? കോൺഗ്രസ് ആണോ? ഈ പോറ്റി കോൺഗ്രസ്സുകാരനാണോ? നാളെ പോറ്റി പണ്ടെപ്പോഴോ പോറ്റിയുടെ വീടിന്റെ മുമ്പിൽ KSUവിന്റെ കൊടി കെട്ടിയിരുന്നു, അതുകൊണ്ട് പോറ്റി KSUക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമോ? അങ്ങനെയുള്ള ക്യാപ്സ്യൂളുകളൊക്കെ എവിടെ വില പോകാനാണ്? ഞാൻ ചോദിക്കട്ടെ, ഗ്ലോബൽ അയ്യപ്പ സബ്മിറ്റുമായി ബന്ധപ്പെട്ട് ആ വിഷയത്തിൽ എതിരഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുന്ന പാർട്ടികൾ എന്ന് പറയുന്നത്, ഒന്ന് സംഘടനകൾ എന്ന് പറയുന്നത്, ഒന്നാമത് കോൺഗ്രസ് ആണ്, രണ്ടാമത് BJP എന്റെ എതിരഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ രണ്ട് പാർട്ടികളിൽ ആരെങ്കിലും ഓപ്പറേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തി ചെയ്തതാണോ ഇത്? അങ്ങനെയാണ് എന്നതിന് എന്ത് തെളിവാണ് സർക്കാരിന്റെ പക്കലുള്ളത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ആണ് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെളിവോ എന്തെങ്കിലും ഒരു വിവരമോ സർക്കാരിന്റെ പക്കലുണ്ടോ എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. അല്ലാതെ വെറുതെ ഗ്ലോബൽ അയ്യപ്പ സബ്മിറ്റ് തകർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് എന്താണ്? സെക്യൂരിറ്റി പണി ചെയ്യേണ്ടവർ അത് ചെയ്യാതെ സ്വർണം മുഴുവൻ, ജ്വല്ലറിയിലെ സ്വർണം മുഴുവൻ പോകാൻ കാരണം സെക്യൂരിറ്റി ഉറങ്ങിപ്പോയതല്ല, മറിച്ച് കള്ളൻ തൊട്ടപ്പുറത്തെ ജ്വല്ലറിക്കാരൻ ഈ ജ്വല്ലറിയെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്? അത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളൊക്കെ അരിയാഹാരം കഴിക്കുന്നവരുടെ അടുത്ത് വിലപ്പോവില്ല എന്ന് മന്ത്രിയും വാസവനടക്കമുള്ളവർ മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഗ്ലോബൽ അയ്യപ്പ സമ്മിറ്റ് പരാജയപ്പെട്ടത് ഞങ്ങൾ കാരണമൊന്നുമല്ല, അവിടെ ആള് വരാത്തത് കൊണ്ടാണ്. അല്ലാതെ സ്വർണ്ണപ്പാളി കാണാതെ പോയത് കൊണ്ടാണോ 400 പേര് മാത്രം വന്നത്? അവിടെ ഈ പറയുന്ന എന്താണ്, നമ്മുടെ ഇദ്ദേഹത്തിന്റെ സദ്യ കൊടുത്തില്ലേ? വരുന്നവർക്കെല്ലാം 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റ് കൊടുത്തില്ലേ? പോകാൻ നേരത്ത് 150 രൂപയും ബിരിയാണിയും കൊടുത്തു പണ്ട് പാർട്ടിക്ക് ആളെ കൂട്ടിയിരുന്നത് പോലെ 1500 രൂപയുടെ വെൽക്കം ഗിഫ്റ്റും
ഈ പറയുന്ന എന്താണ് പഴയിടത്തിന്റെ പെരുമ കേട്ട സദ്യയും കൊടുത്തിട്ട് പോലും ആള് വരാത്തത് സ്വർണ്ണപ്പാളി പോയത് കൊണ്ടാണോ? അങ്ങനെയുള്ള ഈ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്ന ആൾക്കാരാണ് ഇന്ന് മന്ത്രിസഭയിൽ ഉള്ളത് എന്നാണ്. അധികം ഡയലോഗ് അടിക്കാതെ, അധികം വാചാടോപം നടത്താതെ വളരെ കൃത്യമായി ഇതിന്റെ പിന്നിലുണ്ടായ അഴിമതി എന്താണ്, സെക്യൂരിറ്റി വീഴ്ച എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ ഉടൻ തന്നെ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് തയ്യാറാവണം. ആയതുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരെ കണ്ടെത്തണം. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പങ്കുണ്ടോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. ആ സംശയവും ധ്രുവീകരിക്കണം. ശരി, വളരെയധികം നന്ദി ശ്രീ വസന്ത് സുരേഖ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.